ചിക്കൻ ഇടട്ടെ ഇനി? ആക്ച്വലി ഞാൻ സത്യം പറയട്ടെ, എനിക്കറിയില്ല. ഇനി എന്തോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ചിക്കനിൽ നമ്മൾ ഇടണമെന്ന് തോന്നുന്നു. അല്ല, ഞാൻ അത് എവിടെ കണ്ടിട്ടുണ്ട്. എന്റെ കൂട്ടുകാരൻ വീട്ടിൽ ഇന്നാള് ചിക്കൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞാൻ ഇത് വാരി എന്റെ മുഖത്ത് തേച്ച് കൊടുത്തായിരുന്നു. അപ്പൊ പറഞ്ഞത് എന്റെ മുഖത്തല്ലടാ, ഇത് ചിക്കനിലാണ് തേക്കേണ്ടതെന്ന്. ഓക്കെ, എന്തോ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കുറച്ചധികം ഉള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവും. എന്റെ പൊന്ന് കാർത്തിക്, ഇത് എന്തെന്നാണ് ഒരുമാതിരി ആസിഡിന്റെ ഒക്കെ മണം വരുന്നുണ്ടല്ലോ. എനിക്ക് അറിഞ്ഞൂടാ, അത്ര ചിക്കൻ മതി, നമുക്ക് മൊത്തം വേസ്റ്റ് ആക്കണ്ട. ആ ശരിയാ, ഇത് എന്തായാലും നമ്മൾ വേസ്റ്റ് ആക്കി. നമ്മുടെ ഇതിനകത്ത് ഏതാണ്ടൊക്കെ വേസ്റ്റ് ഒക്കെ ഇട്ടില്ലേ? വേണ്ട, നമുക്ക് വലിയ 2 കഷ്ണം ഇടണ്ട, വെറും അപമാനാവും. അല്ല, ഇത് നമുക്ക് ആദ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കാം, എന്നിട്ട് കൊള്ളാക്കി ബാക്കി കൂടെ ഇടാം. ഓക്കെ, എനിക്ക് ഇത്ര മതി. അല്ല, ഇതിപ്പോ നല്ലൊരു കളർഫുൾ ആണ് ഗൈസ് നമ്മുടെ ചിക്കൻ. ഇപ്പോ നമ്മൾ ഒരു കാലത്തും തോറ്റ് പിന്മാറാൻ പാടില്ല. നമുക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്നും ഒരു മെയിൻ സംഭവം നമ്മൾ മറന്നു. എന്തുവാടാ? എന്താ പറയട്ടെ? ഇല്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. അസൽ തനി നാടൻ ചിക്കൻ കറി. ഇവന് മനസ്സിലായി, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം, കാരണം ഞങ്ങൾ ഉപ്പിട്ടിട്ടില്ല. അല്ല, നല്ല രുചി എന്നേ പറഞ്ഞു, ഉപ്പ് വേണം. പിന്നെ ലേശം കുറവ് അനുഭവപ്പെടുന്നുണ്ട്, അതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉപ്പിട്ടോ? ഉപ്പിടേണ്ട ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. നീ എന്തോന്ന് ഒരു മരിച്ച. പിന്നെ എടുത്തിട്ട് ഒരു ഭക്ഷണം ഉപ്പ് മാത്രം വന്നില്ല, ഉപ്പ് മുഴുവൻ ഇതിനകത്തായിരുന്നു. സാധനമൊക്കെ ഇതിനകത്തും. ഈ കറി മൊത്തം കാർത്തിക് ഒന്ന് കഴിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് പോവുള്ളൂ, എന്ത് സംഭവിച്ചാലും. എന്നെ കുക്ക് ചെയ്യാൻ വിളിച്ച ആരാണ്? കുക്ക് ചെയ്യാൻ വിളിച്ചു, പക്ഷെ നമ്മളെന്ത് എന്തുണ്ടാക്കണേ? ചിക്കൻ കറി. പക്ഷെ ചിക്കന്റെ സാധനം ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ വലിച്ചു വരെ ഇടുന്നുണ്ട്. ചിക്കൻ ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ വലിച്ചു വരെ ഇടുന്നുണ്ട്. ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാർത്തിക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ പലതും വരും, കാരണം അടുക്കളയിൽ കയറാത്ത ആൾക്കാരുള്ളപ്പോൾ ഇങ്ങനെ പലതും വരും. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് അടുക്കളയിൽ കയറുകയും അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷയമേ. അതാണ് എന്ത് ചെയ്യണ ചിക്കനായിട്ട് കിണ്ടി കിണ്ടി. പക്ഷെ ഇത് നല്ല രസത്തിന്റെ കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്തൊക്കെയോ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അതെ, മറ്റേ ചിക്കനെ ഇങ്ങനെ ചുറ്റിക്കുക, ചിക്കന്റെ അതല്ലേ? ഇത് ചിക്കന്റെ ഏത് പീസാണെന്ന് ചോദിച്ചാൽ അത് ചിക്കന്റെ കരൾ. വെളുത്ത കരളാ? കരള് പിന്നെ ഏതാ കളറിലിരിക്കണേ? കരൾ കറുപ്പല്ലേ? ആണോ? എങ്കിൽ ഇത് ചിക്കന്റെ ഹൃദയായിരിക്കും. പറയാൻ പറ്റില്ല. പിന്നെ ചോദിക്കും ഇവിടെ എന്തൊക്കെയാ അറിയേണ്ടത്.